എന്തുവാടി? അമ്പാടി തന്നെ ഒരു ലെറ്റർ ഉണ്ട്. ഇന്നോട് ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്താലും കിട്ടും. ഞാൻ കൊടുത്താലും കിട്ടും. അതെനിക്ക് വല്ല ഉറപ്പില്ല. ഇന്ന് എന്താടാ ലേറ്റായേ? എന്ത്? അല്ല നിങ്ങളുടെ അടി തുടങ്ങാനേ. ഒരു TV പോലും ഇല്ലാത്ത വീട്ടിൽ ഞങ്ങൾക്ക് എന്തായാലും എന്റർടൈൻമെന്റ് വേണ്ട കേട്ടോ. ചേട്ടന ഞാനും അതാ നോക്കി. വീട്ടില് TV ഇല്ല അല്ലേ? ഉണ്ടായിരുന്നു. 2 എണ്ണം പൊട്ടിച്ചു. ഒരെണ്ണം ഇവളവൻ്റെ തലയ്ക്കടിച്ചു. പിന്നെയും പുതിയത് മേടിച്ചാൽ മുതലാവാത്തതുകൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് മേടിച്ച് വെച്ചതാ. അത് അമ്മാവനെടുത്ത് ആക്രിക്കാർ കൊടുത്തു. എന്താ കത്തില്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇനി കത്തയച്ചാൾ എഴുതാൻ പറഞ്ഞു പോയി കാണും. ഒന്ന് പോടാ. എന്താ കത്തില്? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ചോദിക്കുന്നേ? അല്ല, പൊതുവെ നമുക്കൊരു കത്ത് വന്നാൽ നമ്മളെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് വായിക്കലാണല്ലോ പതിവ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എന്നാ ഇനി അങ്ങനെ വേണ്ട. എനിക്ക് വരുന്ന ലെറ്റർ ഞാൻ മാത്രം വായിക്കുന്നുള്ളൂ. എന്താടാ അത്? ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ. ചേട്ടത്തി ഒന്ന് ചോദിക്കാവോ? അയ്യോ, എനിക്ക് പേടിയാ. എന്നാലും ഇതുപോലൊരു കോള് വന്നു. ഞാൻ ആരാന്നറിയാതെ ചോദിച്ചു പോയി. അതിന് എന്റെ പ്രൈവസിയിൽ ഇടപെടരുത് എന്നിട്ട് ദേഷ്യപ്പെട്ട് പോയ ആളാ. എന്നാലും ആ കത്തിൽ എന്തായിരിക്കും? അതെ, ഫ്രം പൂനെന്ന് ഞാൻ കണ്ടായിരുന്നു. പൂനെ എന്നാ? ചേട്ടൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പൂനെ പോയായിരുന്നല്ലോ. 1 2 3 4 5 6 7 8 9 10 മാസങ്ങൾക്ക് മുമ്പ് ചേട്ടൻ പൂനെയിൽ പോയി. 10 മാസം കഴിഞ്ഞപ്പോൾ ഒരു ലെറ്റർ വന്ന്. അപ്പോൾ 10 മാസം കൊണ്ട് എന്തോ സംഭവിച്ചു കാണുമല്ലോ. അല്ല, ചേട്ടത്തി പേടിക്കണ്ട. പിന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ചേട്ടത്തി പേടിക്കണ്ടെന്നോ? ഏടത്തി ഇവൻ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. അതുപോലെ കറണ്ട് ബില്ലായിരിക്കുന്നത്. പിന്നെ കാക്കാനായിട്ട് വീട്ടിലെ കറണ്ട് ബില്ല് പൂനെ നല്ല വരുന്നത്. നല്ല കറണ്ടാണെങ്കിൽ ബില്ലങ്ങ് പൂനെയൊന്നും വരുന്നപ്പോ മനസ്സിലായല്ലോ. എന്നാലും ആ കത്തിനകത്ത് എന്തായിരിക്കും? നമുക്ക് അമ്മാവനോട് ചോദിച്ചാലോ? വാ. ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ടാക്ക്? ഈ വീട്ടിൽ ഒരു കത്ത് വന്നാൽ എല്ലാവരും കൂടി ചേർന്നിരുന്നല്ലേ വായിക്കുന്നത്? അതാണ് അമ്മാവ ഞാൻ പറഞ്ഞത്. ഇത് വെറും കത്തല്ല, ഇത് അവിഹിത കത്താണ്. ഇതാ അവിഹിത കത്ത്. ചുമ്മാരടാ, അങ്ങനെയൊന്നും പറയാം. അവൾ വെക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. നിനക്ക് അവനെ പറ്റി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എന്നെ മാറ്റിയെത്തി കൊണ്ട് പറഞ്ഞാൽ പോരെ. അമ്മാവാ മോള് വിഷമിക്കണ്ട, അമ്മാവൻ ചോദിക്കാം അവനോട് കേട്ടോ. ഞാൻ ചോദിച്ചാൽ അവൻ പറയും. വാ. ചേടാ, ഇത്രയും നല്ലൊരു ജോലി ഇട്ടിട്ട് നിങ്ങൾ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നേ? എടാ, ജോലി അങ്ങ് പൂനെയിലാ. ഇവിടെ എല്ലാവരും വിട്ടേച്ച് പോകണമെന്ന് എനിക്ക് വയ്യ. എൻ്റെ പൊന്നളിയ, ഇത്രയും ശമ്പളത്തിലൊരു ജോലി. അളിയൻ തൽക്കാലം അവിടെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. എന്നിട്ട് ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് നമുക്ക് തിരിച്ചിങ്ങോട്ട് ട്രാൻസ്ഫർ മേടിക്കാമെന്ന്. അതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ? അതൊന്നും ശരിയാകത്തില്ല. ഡേ, ഞാനിവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. നിന്നുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞത്. നീ ആയിട്ട് ഇനി ആരോടും പറയല്ലേ. അളിയൊന്ന് ചുമ്മാ ഇരുന്നേ. ഇതെന്റെ പെങ്ങളുടെ ജീവിതത്തിന്റെ കാര്യമാണ്. എനിക്ക് ഇതിനൊന്നും കൂട്ട് നീക്കാൻ പറ്റുകയല്ല. ചേട്ടത്തി അത് തന്നെ. ചേട്ടന്റെ പൂനെയിലെ സെറ്റപ്പിന്റെ കത്ത് വായിച്ചിട്ട് സുന്ദരം ഇടഞ്ഞു നിൽക്കുക. എടാ, നല്ലൊരെണ്ണം നാട്ടിൽ സെറ്റ് ആവുന്നവരെ ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ നിന്നോട്ടെ. എന്റെ പൊന്നളി ഒരുമാതിരി ചെറ്റവർത്താനം പറയരുത് കേട്ടോ. പൂനെയിലെ പോരാനിട്ട് അയാൾ നാട്ടിൽ നോക്കുന്നെന്ന്. ഡ്രസ്സ് പാക്ക് ചെയ്യട്ടെ ഏട്ടത്തി. പോടാ. അളിയ, ഇപ്പം നമുക്ക് വേണ്ടത് കുറച്ച് പൈസയാ. അത് മനസ്സിലാക്കി അളിയൻ എങ്ങനെയാന്ന് വെച്ചാ ചെയ്. അപ്പൊ ഇത് പൈസ കൊടുത്ത് ഒതുക്കാനുള്ള പരിപാടിയാണ്. എന്തോടാ ഇത്? അത് അമ്മാവ. കൂടുതലൊന്നും പറയണ്ട. അറ്റ്ലീസ്റ്റ് കല്യാണത്തിന് മുന്നെങ്കിലും ഒന്നും പറയാറുന്നില്ല ചേട്ടനത്. എടി, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി ഞാൻ ഇത് സോൾവ് ചെയ്തോളാം. ചേർത്തടാ, എന്ത് വർത്തമാനം ഈ പറയുന്നത്? ചേട്ടാ, ഞാൻ അറിഞ്ഞ അവർക്ക് എൻ്റെ പെർഫോമൻസ് ഇത്ര ഇഷ്ടപ്പെടുന്നു. ഇത്രയും പെർഫോം ചെയ്യണ്ടായിരുന്നു. അയ്യേ, എന്ത് ചേട്ടനാണിത്? സെഞ്ചുറി അടിച്ച പോലെയാണല്ലോ പറയുന്നത്. എനിക്ക് മതിയായി, ഞാൻ വീട്ടിൽ പോവാ. ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ. അളിയനോട് ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. നീ പോടാ. നീ നിന്റെ അളിയന്റെ തോന്നിവാസത്തിന് കൂട്ടി നിൽക്കുവല്ലേ? തോന്നിവാസോ? ഈ വീട്ടിൽ ഒരാൾക്ക് ജോലി ഇട്ടത് തോന്നിവാസമാണോ? ജോലിയാ? ജോലി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൂനെക്ക് പോയപ്പോഴേ ഒരു പട്ടേലെ കണ്ട കാര്യം പറഞ്ഞില്ലായിരുന്നു. അയാളുടെ കമ്പനിയിലേക്ക് എന്നെ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ലെറ്ററാണ് വന്നത്. പിന്നെ നിങ്ങളെല്ലാം വിട്ടുപോകാൻ വയ്യാത്തതുകൊണ്ട് പോകുന്നില്ല എന്ന് പറയുമായിരുന്നു. നിങ്ങളെല്ലാവരും വെറുതെ ചേട്ടനെ സംശയിച്ച്. എവിടെ ഏട്ടാ ജോലി? പൂനെയിൽ ബൽഗവിയിൽ. ഭാർഗവിയോ? MD പേരാണോ? ചേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ചേട്ടൻ പോണ്ട ഏട്ടാ. നിനക്ക് പോണ്ടേ, നീ പോണ്ടാ. എല്ലാവർക്കും പോണ്ടെന്നാണെങ്കിൽ അളിയും പോണ്ടെന്നേ. നമുക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ കൂടാം അല്ലേ അച്ചു? താനെങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ അങ്ങനെയൊക്കെ പറയണ കേട്ടപ്പോ. എങ്ങനെയൊക്കെ പറഞ്ഞു? എല്ലാരും അങ്ങനെ പറയണ കേട്ടപ്പോ. ചേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടി പോണ്ടാന്ന് തീരുമാനിച്ചു. പക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി ചേട്ടൻ പോകണം. നീയല്ലേ ഇപ്പോൾ പോണ്ടാന്ന് പറഞ്ഞേ, പിന്നെ ഇതിന് വാക്ക് മാറ്റി പറയുന്നത്? ഒരു ഹ്യൂമൻ്റെ ബേസിക് നേച്ചറാണ് വാക്ക് മാറ്റി പറയുക എന്നുള്ളത്. സോ ചേട്ടൻ പോകണം. അത് ശരിയാകത്തില്ല. നിങ്ങളെല്ലാം വിട്ടിട്ട് വേണ്ട. ചേട്ടാ, ഇവരെല്ലാവരെയും പ്രതിനിധിയായിട്ട് ചേട്ടൻ്റെ സഹായത്തിന് 2 മണിക്കൂർ ദൂരത്ത് ഞാനുണ്ടാവും. എടാ, അവന് താല്പര്യമില്ലേ പിന്നെ നീ എന്തിനാ നിർബന്ധിക്കുന്നേ?
താല്പര്യമില്ലെന്ന് വെച്ച് ചേട്ടൻ ഞാൻ ചെറുതല്ലേ നിക്കറിടാൻ താല്പര്യമില്ലായിരുന്നു എന്നൊരു നമ്മളത് സമ്മതിച്ചു കൊടുത്തോ? നിക്കറി ഇടിപ്പിച്ചില്ലേ? അതുപോലെ ചേട്ടൻ്റെ തെറ്റായ തീരുമാനങ്ങൾ നമ്മൾ വേണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ചേട്ടാ നമ്മൾ പോകുന്നു, ചേട്ടൻ 2-3 നിക്കറും കൂടെ എടുത്തുകൊണ്ട് ഇറങ്ങിയേ. എടാ എനിക്ക് പോകണ്ടെന്നല്ലേ പറഞ്ഞേ? ചേട്ടന് വേണ്ടി വീടും കുടുംബം ഉപേക്ഷിച്ച് ഞാൻ ചേട്ടൻ്റെ കൂടെ വരാമെന്ന് പറയുന്നേ. ഒരു 2 മണിക്കൂർ ദൂരത്ത് ചേട്ടൻ്റെ വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവുന്നേ. പോവാണേലും കിച്ചുവേട്ടന് ചേട്ടൻ്റെ ഒപ്പം നിന്നാ പോരെ? എടി ചേട്ടൻ സിറ്റി ലൈഫ് എൻജോയ് ചെയ്യട്ടെ. ചേട്ടൻ വിളിച്ചാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഗ്രാമത്തിൽ അതും ചെലവ് ചുരുക്കി ഞാൻ ജീവിച്ചോളാന്നേ. എടാ അവന് പോകണ്ടെന്ന് പറയില്ല, പിന്നെ നിനക്ക് എത്ര വാശി? അമ്മാവ എന്തിനു പോകാണ്ടിരിക്കണം? ചേട്ടന്റെ സഹായത്തിന് ഞാനും പോകുന്നുണ്ടല്ലോ. ഒരു 2 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഗ്രാമത്തിൽ ഞാനും ഉണ്ടാകും അവിടെ. നീ കുറെ നേരം കൊണ്ട് പറയല്ലേ 2 മണിക്കൂർ ഏതാടാ ഗ്രാമം? എടി അത് ചെറിയൊരു ഗ്രാമം, ചേട്ടൻ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 2 മണിക്കൂർ ദൂരെ ഉള്ളന്ന്. ഗ്രാമത്തിന്റെ പേര് പറടാ. പൂനെക്ക് അടുത്തുള്ള എല്ലാ ഗ്രാമത്തിന്റെ ഒരു അമ്മാവനെ അറിയാവോ? അമ്മാവ ഇത് ചെറിയൊരു തീരപ്രദേശം. ഞാൻ അവിടെ കക്ക വരിയോ വല വീശിയോ ഞാൻ അങ്ങ് കഴിഞ്ഞോളാം. എന്നാലോ ഗ്രാമത്തിന്റെ ഒരു പേരില്ലടാ. എടി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? എടി ഗോവ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ ഞാൻ അങ്ങ് ഒതുങ്ങി കൂടിക്കോളാന്ന്. അച്ചു ബുക്ക് വായിക്കുമായിരിക്കും അല്ലേ? കണ്ടിട്ട് എന്താ തോന്നുന്നത്? കണ്ടിട്ട് പലതും തോന്നുന്നുണ്ട്. ഐ ഡബിൾ മീനിങ് അല്ല, സിംഗിൾ മീനിങ് ബിക്കോസ് ഐ ആം സിംഗിൾ. വെളച്ചിലെടുക്കല്ലേ? ഞാൻ കുറെ നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചത്. ഈ വെളച്ചിൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വീണ്ടും എന്റെ അടുത്ത് വെളച്ചിലെടുക്കല്ലേ? ഹാല കുപ്പിയോ? എത്രണ്ണോ? വന്നു കയറിയ പെങ്കുച്ചു കൊള്ളാം, ഒരു ഐശ്വര്യമൊക്കെ ഉണ്ട്. രാവിലെ കുളിച്ച് അടുക്കളയിലൊക്കെ കയറി. അതെന്ത് വർത്താനം അമ്മാവി പറയുന്നേ? അടുക്കളയിൽ കയറുന്ന പെമ്പിള്ളേർക്ക് മാത്രം ഐശ്വര്യമുള്ളോ? അമ്മാവി പെമ്പിള്ളേരെ അടുക്കളയിലേക്ക് മാത്രം അടിച്ചമർത്തുന്ന അമ്മാവിന്റെ ഈ പ്രോത്സാഹനം വാക്കുകൾ അമ്മാവ് നിർത്തണം. നമ്മൾ തുല്യതയ്ക്ക് വേണം അമ്മാവ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ പെമ്പിള്ളേർക്കിടയിലും തുല്യത വേണമല്ലോ. രാവിലെ അവൾ അടുക്കളയിൽ കയറിയില്ലേ, ഉച്ചയ്ക്ക് നീ കയറ്, വൈകുന്നേരം ഞങ്ങൾ കയറാം. അല്ലേ വേണ്ട, ഇപ്പോൾ ഒരു ചായട്ടുണ്ടോ? എടി ഈ വീട്ടിലെ എല്ലാ ജോലിയും ഞാനും അമ്മാവനും ഒരു പരിധി വരെ കിച്ചുവല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. നിനക്ക് ഈ വീടിൻ്റെ അടുക്കള എവിടെയാണെങ്കിലും അറിയാമോ? അടുക്കളയിൽ കയറിയിട്ടുള്ള ഐശ്വര്യമൊന്നും എനിക്ക് വേണ്ട. ആരുടെ ഐശ്വര്യത്തിന്റെ കാര്യം നിങ്ങൾ പറയുന്നേ? ഐശ്വര്യത്തിൻ്റെ അല്ല, ഇവിടെ ഐശ്വര്യം ഇല്ലാത്ത ചിലരുടെ കാര്യം പറയുമായിരുന്നു. മതി നിർത്ത്. രാവിലെ ഏട്ടത്തി അടുക്കളയിൽ കയറി ഒരു ചായ ഇട്ടു, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ എന്നെ കൊണ്ടും പറ്റും. ഒരു ചായയോ? ഇവിടെ രാവിലെ അടുക്കളയിൽ കയറി ഒരു ചായയാണ് ഇട്ടത്. രാവിലെ തൊട്ട് ചെയ്ത ജോലികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അയ്യോ ചേട്ടാ, രാവിലെ അധികം ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവളുടെ ഈ എളിമ കാണുമ്പോഴാണ്. നീ എന്തിനാ ഇങ്ങനെ എളിമിക്കുന്നേ? രാവിലെ തൊട്ട് ചെയ്ത ജോലികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. കിച്ചുവിന് രാവിലെ പൊട്ടറ്റോ ചിപ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്തു കൊടുത്തു. ഉരുളക്കിഴങ്ങ് തൊലിച്ചവിക്കുന്നത് എന്തോ സിമ്പിളാ? ഇത്ര സിമ്പിൾ കാര്യമാണ്. വേറെ എന്തൊക്കെ ചെയ്തു? പിന്നെ കിച്ചു രാവിലെ കുറച്ച് മാങ്ങയും കൊണ്ട് വന്നു. മാങ്ങ അച്ചാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഞാൻ അച്ചാർ ഇട്ട് കൊടുത്തു. ആ മൊത്തം അച്ചാറും കൊണ്ട് അവൻ പോയി. മൊത്തോ? ആ വേറെ എന്തേലും വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അവന് കുറച്ച് ഐസ് ക്യൂബും ഗ്ലാസും വേണമെന്ന് പറഞ്ഞു. ആ ബെസ്റ്റ്. ഏട്ടത്തിക്ക് അത് എന്തിനാന്ന് മനസ്സിലായില്ല? ഇല്ല. തണുപ്പിച്ച് ചെടിക്ക് ഒഴിക്കാനാണ്. കണ്ടല്ല, ഐശ്വര്യദേവത രാവിലെ അടുക്കളയിൽ കയറിയതേ കിച്ചുവിനെ വെള്ളം ഒടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കാനാ. ഉണ്ടോ? താൻ രാവിലെ അടുക്കളയിൽ കയറി അവനെ വെള്ളം അടിക്കാൻ പറഞ്ഞു വിടുമായിരുന്നോ? എന്നാ പിന്നെ ഒരു വീഡിയോ മേടിച്ചു കൊടുക്കാൻ എന്ത്? അയ്യോ അതവൻ ചോദിച്ചില്ല. ഇവിടെ അടുത്ത് കടയുണ്ടാവോ? എടാ നീ ഇത് എവിടെയാ? രാവിലെ പോയാണല്ലോ ഒരു കുപ്പി എടുക്കാൻ. എടാ നീ പറഞ്ഞ ഉടനെ ഞാൻ ബിവറേജിൽ പോയി. 12 മണി വരെ അവിടെ നിന്ന്, എന്നിട്ടും അത് തുറന്നില്ല. അവസാനം അതിലെ പട്ടാണി വിൽക്കാൻ വന്ന ഒരു ചെറുക്കനാടാ പറഞ്ഞത്, ചേട്ടാ ഇന്ന് ഡ്രൈഡേയാ, ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ലെന്ന്. അങ്ങനെ എന്നാൽ പിന്നെ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി സാധനം എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ട്രെയിനകത്ത് കയറിയിരുന്നടാ. ആ ട്രെയിൻ ഞാൻ കയറിയ ബോഗി എടുക്കാതെ അങ്ങ് പോയി. പെയിൻ്റ് അടിക്കാനിട്ട ബോയ്ക്കകത്താടാ ഞാൻ കയറിയിരുന്നേ. അവസാനം ഇപ്പം മാക്ക് നടക്കുവാ നിൻ്റെ വീട്ടിലോട്ട്. എടാ എനിക്കിന്ന് 2 എണ്ണം അടിച്ചേ പറ്റൂ. എവിടെന്നെങ്കിലും ഒന്ന് സാധനം എടുത്തോണ്ട് വാടേ. ചേട്ടാ കിച്ചുവിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അവൻ വെള്ളം ഒടിക്കണം എന്ന് പറഞ്ഞ അവിടെ പ്രാന്ത് പിടിച്ച് നടക്കുക. ഞാൻ ഇന്നലെ മുതലേ ശ്രദ്ധിച്ചത് അവൻ എന്തോ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ അവനെ ഇന്നലെ കുറച്ച് വഴക്ക് പറഞ്ഞായിരുന്നു. എന്നാ ആ ഇൻഫോ പാർക്കിനടുത്ത് കിടക്കുന്ന ലാൻഡ് വിൽക്കുന്നതായിട്ട് ഒരു ലേഡീൻ്റെ അടുത്ത് വന്നില്ലായിരുന്നു. അവരുടെ കയ്യിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് മിസ്സിങ് ഉണ്ടായിരുന്നു. അതിൽ കരമടച്ച രസീതില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് രജിസ്ട്രേഷൻ നടത്താൻ പറ്റത്തുള്ളൂ എന്ന് അവനോടൊന്ന് പറയാൻ പറഞ്ഞതാണ്. അവൻ പോയി ചേട്ടനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലേ രജിസ്ട്രേഷൻ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവനെ കുറച്ച് വഴക്ക് പറഞ്ഞായിരുന്നു.
ചേട്ടാ നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടാൻ പോയേ? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പോരായിരുന്നോ? എടാ അവൻ കൊച്ചു ചെറുക്കനല്ലേ, നീ പോയി അവനൊന്ന് സമാധാനിച്ചേ. ചെല്ലേ, നീ ഒരു കുപ്പി വാങ്ങി കൊടുത്താലും കുഴപ്പമില്ല. ചെല്ലേ, പോയി സമാധാനിപ്പിക്കേ. ചെല്ലടാ. കിച്ചൂട്ടാ. നീ പിണങ്ങാതെ, നിനക്ക് വേണ്ടത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മാവനറിയാതെ അമ്മാവൻ്റെ മുറിയിൽ നിന്ന് പൊക്കിയതാ. നീ ഇത് കുടിച്ചിട്ട് ഇന്നലത്തെ കാര്യമൊക്കെ അങ്ങ് മറക്ക്. ഇന്നലത്തെ എന്ത് കാര്യം? എടാ, ഇന്നലെ ആ പെങ്കൊച്ചിനോട് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അന്നേരത്തെ ആ ഒരു വിഷമത്തിന്. പെങ്കൊച്ച ആ മുടിയിൽ വരെ പല്ലു വന്ന തള്ളേ, ഞാൻ അതിനൊന്നല്ല കുടിക്കുന്നേ. പിന്നെ ആ ബാഗ് കിടക്കാറ് എന്നെ അടിച്ചു, എനിക്ക് അവനെ തിരിച്ചടിക്കണം. ബാഗ് കയറേ എന്തിന്? എൻ്റെ ചേട്ടൻ ഞാൻ ബാഗ് ഇടയിൽ സിബ് നന്നാക്കാൻ കയറി. അവ എന്നോട് ലൂസായ സിബ് ഒന്ന് ഊരി കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ സിബ് ഊരി കാണിച്ചു കൊടുത്തു. പിന്നെ പൊരിഞ്ഞടിയാ. എന്ത് മാട്ട സാധനം ഇത്, അടിച്ചിട്ട് അങ്ങോട്ട് കിക്കാവുന്നില്ലല്ലോ. പക്ഷെ അവനെ ഞാൻ അല്ല, നീ ബാഗ് കടയിൽ സിബ്. ആ എൻ്റെ സിബ് ലൂസാവുന്നുണ്ട്. എടാ, എൻ്റെ മുറിയിൽ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ഇല്ല ചേടാ, ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂത്രം ഒഴിച്ച് വെച്ചിരുന്നത് ഇപ്പം കാണുന്നില്ല. മൂത്രം നല്ലതാടാ. അത് പശുവിൻ്റെ മൂത്രം, ഗോമൂത്രം. ഇതൊരു കാളയുടെയാന്ന് കരുതിയാൽ മതി.